കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇഡി നോട്ടീസ് കിട്ടിയില്ലെന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കേസിൽ CPMന് ഒന്നും മറച്ചുവെക്കാനില്ല. ഇഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് MK കണ്ണനും പറഞ്ഞു. അതേസമയം സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം തൂക്കിലേറ്റപ്പെടുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേർന്നുണ്ട്. മനോജ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണം കടക്കുന്നത് കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും CPMന്റെ ഭാഗത്ത് നിന്ന് ന്യായീകരണങ്ങൾ കൂടുതലായി വരികയാണ്. ഇത്തരത്തിൽ സമൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെ തന്നെയും പറയുമ്പോഴും ഇനി എത്രത്തോളം പിടിച്ചു നിൽക്കാനാകും ഈ CPMലെ മുൻനിര നേതാക്കൾക്ക്? അത് തന്നെയല്ലേ ഉയർന്ന ചോദ്യം. തീർച്ചയായും വിഷ്ണു, ഇഡിയുടെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുമ്പോൾ CPMന്റെ നേതൃത്വം തന്നെ ഇപ്പോൾ കുരുക്കിലായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഹാജരാകുവാൻ വേണ്ടിയിട്ടാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഇഡി നോട്ടീസ് അയച്ചിരുന്നതെന്ന്. എന്നാൽ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ടെന്നുമാണ് ഈ MM വർഗീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ MK കണ്ണനും CPMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ MK കണ്ണനും അതോടൊപ്പം രാഷ്ട്രീയ പ്രേരിതമാണ് ഇഡിയുടെ അന്വേഷണം എന്നൊക്കെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ഈ അന്വേഷണം പോകുകയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ എത്തി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. PK ബിജു, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ, MM വർഗീസ്, MK കണ്ണൻ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ അരമണിക്കൂറിലധികം ഇക്കാര്യങ്ങളെ ചർച്ച ചെയ്തതായാണ് വിവരം. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിസന്ധി തന്നെയാണ് ഈ CPMനെ സംബന്ധിച്ചിടത്തോളം. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ കരുവന്നൂർ വിഷയത്തിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇഡിയുടെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിലൊക്കെ തന്നെ വലയിലാകുന്നത് CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ്. 150 കോടിയിലധികം രൂപ ഈ നിക്ഷേപകരിൽ നിന്നുമൊക്കെ തട്ടിയെടുത്ത നിരവധി പേർ ആത്മഹത്യ ചെയ്ത, അതോടൊപ്പം തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധാരണക്കാർ നിക്ഷേപിച്ച പണമാണ് CPMന്റെ ആ ഒരു ഭരണത്തിൽ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയത്. അത്തരത്തിൽ ഈ കള്ളപ്പണം വെളുപ്പിച്ചതും അതോടൊപ്പം തന്നെ ഈ പാർട്ടി അക്കൗണ്ടുകൾ വഴി ഈ പണം നീക്കിയതുമൊക്കെ ബന്ധപ്പെട്ട ഇഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 രഹസ്യ അക്കൗണ്ടുകൾ ഈ CPMന് ഉണ്ടായിരുന്നതായാണ് ലഭിച്ച വിവരം. അതോടൊപ്പം 17 ഏരിയ കമ്മിറ്റികളിലായി മറ്റ് വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ 25ഓളം അക്കൗണ്ടുകൾ ഈ CPMന് ജില്ലയിലുണ്ട്. അതൊക്കെ തന്നെ ഇഡി വിലയിരുത്തിയിരുന്നു. ഇഡി ഇത് സംബന്ധിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് ഇഡി അന്വേഷണം കടക്കുകയാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.